എല്ലാവർക്കും എൻ്റെ മിനി വ്ളോഗിൽ സ്വാഗതം. നമ്മുടെ അയർലൻഡിലെ സുഹൃത്തുക്കൾക്ക് അറിയോ ഇതെന്താന്ന്? ഇതിവിടെയൊക്കെ കണ്ടുവരുന്ന ചെറി പ്ലം പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അത് ചെറിയും അല്ല എന്നാൽ പ്ലമ്മും അല്ല, പക്ഷെ നല്ല പ്ലമ്മിൻ്റെ ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അയർലൻഡിൻ്റെ ഭാഗത്തൊക്കെ കാണും. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ആ ചെടിയുടെ മരം എന്ന് പറയുന്നത്. ഇത് പച്ചയായിട്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ കെയർ ടേക്കർ പറഞ്ഞു ഈ പച്ച സാധനം കഴിക്കാൻ പാടില്ല, നല്ല പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാമെന്ന് പറഞ്ഞു. ഇതുണ്ടോ ഇവിടെ നിൽക്കണൊക്കെ ചെറി പ്ലം ട്രീ ആണ്. ഇതിലും ഉണ്ടോ, ഇതിലും റെഡ് ഉണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, ഇതെങ്ങനെയുണ്ടോ ഈ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഈ ചെടി കണ്ടോ, ഈ ചെടി ഫുള്ള് നല്ല പഴുത്ത് നിൽക്കണ്ട, ചുമന്ന് നിൽക്കുന്നത് കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ അല്പം കൂടി മുമ്പിലോട്ട് നടന്നപ്പോൾ ഇഷ്ടം പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഇവാൻ ഓൾറെഡി ആ സാധനം കഴിച്ചിട്ടുണ്ട്. ഇവരെപ്പോഴും എടുത്ത് കഴിക്കുകയും ചെയ്യും. ഈ പിള്ളേർ കളിച്ച് അത് കളയുകയും ചെയ്യും കേട്ടോ. പക്ഷെ ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല മധുരമാണ്. ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ കഴിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ പറിച്ചെടുത്ത് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടുത്തെ കുട്ടികൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുകയും ചിലവരൊക്കെ ഇത് കവറിലാക്കി എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ഞങ്ങളപ്പം അവിടെ ഞങ്ങളുടെ റൂമിലെ വിൻഡോയിൽ ഇരുന്ന് നോക്കിയത് കാണും, പക്ഷേ അപ്പം ഞങ്ങൾ എടുക്കാറില്ല. അപ്പം ഇന്നാണ് വന്ന് ടേസ്റ്റ് നോക്കുന്നത്. അപ്പം ഞങ്ങൾ കുറേ പറിച്ചെടുത്തു കേട്ടോ. നോക്കാം, കഴിച്ചു നോക്കാം. വളരെ ജ്യൂസിയാ. ജ്യൂസിയാണോ? നിങ്ങൾ കാണിച്ചേ, അത് നോട്ടെ. ഓക്കെ, എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ. ഓ ഫുൾ റെഡ് അല്ല ഇത്. ശരിക്കും ഒറിജിനൽ പ്ലം തന്നെ. നമ്മുടെ ഫ്രിഡ്ജിൽ അതല്ല, ഇത് നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലം ഇല്ലേ, അതിന്റെ കുഞ്ഞു സൈസ്. ചെറി പ്ലം, ചെറിയല്ല പ്ലം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കുന്നതാണ്. ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ മാർലെ പാർക്ക്. അവിടെ ഈ കൺസേർട്ട് നടക്കുമ്പോഴേക്കും നമ്മുടെ ഇങ്ങോട്ടും ഈ സൗണ്ടുകൾ കേൾക്കും. ചിലപ്പോൾ നല്ല പ്രോഗ്രാമുകളായിരിക്കും. ഇവന്മാര് കളിക്കണത് ഇതൊക്കെ എടുത്ത് വീക്കി കളിക്കലാണ് അവരുടെ പരിപാടി. വേസ്റ്റാക്കി കളയും ഇവർ കളിക്കാനുള്ളത്. നിങ്ങളൊക്കെ ഈ കഥ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പണ്ട് ഒരു അപ്പാപ്പനൊരു പൂന്തോട്ടം നടത്തുന്നുണ്ടായിരുന്നു. അതിൽ ഇഷ്ടംപോലെ പൂക്കളാണ്. ഈ കുട്ടികളൊക്കെ വന്ന് അതിൽ നിന്ന് പൂക്കൾ പറിച്ച് നശിപ്പിക്കുകയാണ്. ഒരു ദിവസം അപ്പാപ്പ ഈ പിള്ളേരെല്ലാം അടിച്ചു വിട്ടു. അങ്ങനെ അവർ വരാതെ. അപ്പം പിന്നെ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് പൂക്കളും ഇല്ലാതെ. അപ്പോൾ പിന്നെ കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ പൂക്കളും വന്നു. അതുപോലെ ഇവിടെയുള്ള കുട്ടികൾ ഇതൊക്കെ ഈ പ്ലമ്മുകളെല്ലാം എടുത്ത് കളയും. എന്നാൽ വീണ്ടും ഇവിടെ പ്ലമ്മുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക് വീണ്ടും എടുക്കാൻ.